നിറയും ഭക്തിയിൽ പൂക്കുമെന്നീരെ നിറവിൻ പൂവള പൂക്കൾ നീലക്കാർ വന്നതിന്മൈ ശോഭതൻ നീലിമാണ്ടു നിൽക്കണം പുരഹര മധുമുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ മൂടിയിൽ കെട്ടും കൂന്തമ്പീലിയാകണം മാറിയിലെ വല്ലഭാവിന്റെ രാഗമായലതല്ലുവാകണം മുരഹര മധുമുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ മുരഹര മധുമുരളി മാധവ മണിവർണ്ണ തറക്കല്ലിടൽ ഏതാനും നിമിഷങ്ങൾക്ക് കൂടെ നടക്കുകയാണ്. കാര്യപരിപാടിയുടെ ഏകദേശ രൂപം കല്ലിടൽ ചടങ്ങിന് ശേഷം ശ്രീമതി ദൃശ്യ സജീഷ് പ്രാർത്ഥന, സ്വാഗതം, അധ്യക്ഷ പ്രസംഗം, അനുഗ്രഹ പ്രഭാഷണം, സമർപ്പണ സന്ദേശം, ആദ്യ സമർപ്പണം, പ്രഭാഷണം, സേവാ സന്ദേശം, ആശംസകൾ, കൃതജ്ഞത എന്ന രീതിയിലാണ് പരിപാടികളുടെ ക്രമീകരണം. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ചടങ്ങുകളോട് ആരംഭിക്കുകയാണ്. സദസ്സിനെ ചുറ്റുവട്ടത്തായി കുറച്ചുപേരെ ഇങ്ങോട്ട് പോകുന്നോളൂ. കുറച്ചുപേര് ഇങ്ങോട്ട് പോകുന്നോളൂ. അവർക്ക് നിൽക്കാൻ സാധിക്കില്ല. എന്നാലും കുറച്ചുപേര് ഇങ്ങോട്ട് ആ സമയത്ത് നാമം ചൊല്ലാം കേട്ടോ. നല്ല സ്ഥിതി അന്തരീക്ഷത്തിൽ അത് നടക്കട്ടെ. എല്ലാവരും നാമം ചൊല്ലിക്കോളൂ. പ്രാർത്ഥനയോടെ നമ്മുടെ ഈ മഹത്തായ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ഇവിടെ നടക്കുകയാണ്. പ്രാർത്ഥന ഉചിതമായ അധ്യക്ഷതയോടെ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങ് നടക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് അല്ലെങ്കിൽ നിശ്ചയിച്ചതനുസരിച്ച് മാനനീയ PV മേനോൻ സാർ എത്തും എന്നായിരുന്നു നമ്മുടെ ധാരണ. അദ്ദേഹത്തിനെ നമ്മൾ ക്ഷണിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ നല്ല കണ്ടീഷനിലായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം നമ്മുടെ ഈ പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് മാറ്റം വന്നു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇന്ന് സംഘത്തിൻ്റെ സംഘചാലകമായിട്ടുള്ള മാനനീയ ആമേട വാസുദേവൻ ഇന്ന് ഈ കർമ്മം നിർവഹിക്കും. അദ്ദേഹം ഒരു പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഈ കല്ലിട ചടങ്ങിനുള്ള കല്ലെടുത്ത് കൈമാറി നമുക്ക് കല്ല് കുറച്ചും കൂടി അടുത്തേക്ക് ഇങ്ങനെ നിന്നാലും എല്ലാവർക്കും നിൽക്കാം. പരമാവധി എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന രീതി. ഇരഭദ്ര നമസ്തേസ്തു നമോ വിഘ്നേശ്വരായ ബ്രഹ്മാദിപ്യസ്യ മാതൃഭ്യോ സർവേഭ്യോ വൈ നമോ നമ. അനന്തായ വാസുക്യായ തക്ഷകായ നമോ നമ. പത്മായ മഹാപത്മായ കാർഗോടകായ നമോ നമ. ശംഖപാലായ കുളികായ നാഗരാജാ നാഗേക്ഷീ നമസ്തുതേ. ആദിത്യായ നമ, സോമായ നമ, അങ്കാരകായ നമ, ബുധായ നമ, ബൃഹസ്പതേ നമ, ശുക്രായ നമ, ശനീശ്വര്യായ നമ, രാഘവേ നമ, കേതവേ നമ, മേഷാദിരാശിഭ്യോ നമ, അശ്വന്യാദി നക്ഷത്രഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. നവഗ്രഹങ്ങളെ ശരണം, അഷ്ടനാഗങ്ങളെ ശരണം, അഷ്ടദിക്പാലകന്മാരെ ശരണം, ശങ്കരാചാര്യസ്വാമികളെ ശരണം, മധ്വാചാര്യസ്വാമികളെ ശരണം, ശ്രീനാരായണ ഗുരുദേവ ശരണം, ചട്ടമ്പിസ്വാമികളെ ശരണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഗിരീഷ് ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ 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 ഭദ്രേ നാരായണ അമ്മേ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. എം ജി നാരായണൻ, ശ്രീ ജോണി കുര്യാക്കോസ്, ശ്രീ പ്രോമി കുര്യാക്കോസ്, ശ്രീ ബോസ്, ശ്രീമതി സ്നേഹലത, എല്ലാവരെയും വേദിയിലേക്ക് കയറി പോസ്റ്ററാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ എ വി രഘു വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നിൽക്കേണ്ടതില്ല. സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊര സർവ ചരാചര ചൈതന്യം നിത്യവുമെൻ മനതാരിൽ വിളങ്ങുവാൻ നിത്യനിരാമയ കൈതൊഴുന്നേ നിത്യനിരാമയ അജ്ഞാനമെന്നും അകറ്റി നീ എന്നുള്ളിൽ വിജ്ഞാനദീപിക്കേ ചിടേണം. അജ്ഞാനമെന്നും അകറ്റി നീ എന്നുള്ളിൽ വിജ്ഞാനദീപിക്കേ ചിടേണം. സത്യധർമാദിയിലൂടെ ചരിക്കുവാൻ സത്യസ്വരൂപ ഞാൻ കൈ തൊഴുന്നേ സത്യസ്വരൂപ ഞാൻ കൈ തൊഴുന്നു. വളരെ ശ്രേഷ്ഠമായ തറക്കല്ലിടൽ കർമ്മത്തിന് ശേഷം ആരാധനായ സേവാഭാരതിയുടെ സാരഥികൾക്ക് ഇവിടുത്തെ പൊതുജന സമൂഹത്തിനോട് സംവദിക്കാനുള്ള ഒരവസരം കൂടിയായി ഈ പൊതുയോഗം മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ആപ്തവാക്യം തന്നെ മാനവ സേവ മാധവ സേവയാണ്. തന്നാൽ കഴിയുന്ന രീതിയിൽ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് സേവനം ചെയ്തുകൊണ്ട് അത് ഈശ്വരാർപ്പണമാക്കി മാറ്റി ജീവിതത്തിലെ ലക്ഷ്യം സാർത്ഥകമാക്കുക. പുരുഷാർത്ഥത്തിൽ പറഞ്ഞ ധർമ്മ അർത്ഥ കാമമോക്ഷം അത് സാഫല്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഈ കർമ്മവും ഇവിടെ രൂപം കൊണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് അപേക്ഷിക്കുന്നു. ഈ കൊച്ചു നാട്ടിലും ആവുന്ന പോലെ ലഭിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്.
അതെത്തിക്കാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വരേണ്യരായ മറ്റ് അതിഥികളുടെ സംസാരത്തിന് വേണ്ടി നമുക്ക് ചെവിയോർക്കാം. എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്ന് ഈ സദ്മുഹൂർത്തത്തിൽ സാന്നിധ്യം നമ്മുടെ ഉറപ്പ് തന്നിരുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സംസ്ഥാന സമർപ്പണ ഭാവത്തോടുകൂടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഈ വേദിയെ സമ്പുഷ്ടമാക്കുന്നത് അവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാൻ ഈ നിമിഷം ഉപയോഗിക്കട്ടെ. പാടില്ല, എല്ലാവരും വിശിഷ്ടരായ അതിഥികൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മറ്റൊരു വ്യക്തിത്വമാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവർ. എല്ലാവരും സമൂഹത്തിന് ആവശ്യമുള്ള വിവിധ മണ്ഡലങ്ങളിൽ തന്നാലാവുന്ന പോലെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അതിനുള്ള സേവന മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ആതുര ശുശ്രൂഷ കേന്ദ്രത്തിലായാലും ഒക്കെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ശബ്ദത്തിന്റെ പ്രതിധ്വനി പോലെ ശോഭാ സുരേന്ദ്രന് വേങ്ങൂരിന്റെ മണ്ണിലേക്കും ഈ സദസ്സിലേക്കും ഈ മുഖ്യമായ ഇവിടെ കാര്യങ്ങൾക്ക് അദ്ദേഹം ജില്ലാ സമിതിയിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും അദ്ദേഹം ഇപ്പോൾ ഉത്തരവാദിത്തം ഈ ചടങ്ങുകളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ ക്ഷണിച്ചുകൊണ്ട് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. അനുസരിച്ച് ഞാൻ സ്വാഗതം പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ വേങ്ങൂരിന്റെ ഏതെങ്കിലും ഒരു മുറ്റത്ത് കാലുകൊട്ടാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരു വാക്കും അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യത്തിന്റെ ആസ്തിയിൽ നിന്നല്ല അധ്വാനിച്ചുണ്ടാക്കിയ കാശിന്റെ നല്ലൊരു ഭാഗം ചെലവ് ചെയ്ത് ഈ ഭൂമി സേവാഭാരതിക്ക് സമർപ്പിച്ചു. ഒരുപാട് സത്വമുണ്ടായിട്ട് എപ്പോഴും കുട്ടികൾ പഠിക്കാൻ കടം മേടിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സാമ്പത്തിക ശക്തിയാണ് ഞങ്ങളുടെ ആവേശമാണ്. ഈ സ്ഥലമായാലും ഇനി വരപ്രവർത്തികൾക്കും ഇപ്പോഴും അതിന്റെ തുടർ പ്രവർത്തന പരിപാടികൾക്കൊക്കെ വേങ്ങൂരിന്റെ ഓരോ വ്യക്തികളുടെയും അവരുടെ സ്ഥാനം നന്നായിട്ട് നടക്കട്ടെ, അവരുടെ കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ, രോഗം വരാതിരിക്കട്ടെ, ആഹാരം മുട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിന്റെ പിറന്നാളിനോ തന്റെ അച്ഛന്റെ അമ്മയുടെ സാർത്ഥത്തിനോ വിവാഹ അതിനുശേഷം നമുക്ക് പാറക്കടവിൽ ലീലാന്തർജനം നൽകിയ ആ സ്ഥലം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി അവിടെ എങ്ങനെ നടത്തും എന്ന് പോലും അറിയില്ലായിരുന്നു. അത്രയ്ക്ക് സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിയോഗം പോലെ സന്മനസ്സുകളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനവും ആ ഒരു സതുദ്ദേശത്തോടു കൂടിയുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണവും വളരെ വേഗം തന്നെ പല ദുർഘടങ്ങളും തരണം ചെയ്ത് നമുക്കതിൻ്റെ പണി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കുവാനും ഇപ്പോൾ അവിടെ 25 പേർക്ക് പുരുഷന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യമാണുള്ളത്. ബുദ്ധിപരമായി വികാസം കുറഞ്ഞ അത്തരം ആളുകളെ നമുക്കവിടെ താമസിപ്പിക്കുവാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനൊക്കെ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പാറക്കടവിൽ ഒരു ചേച്ചിക്ക് സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയും നടന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു സ്ഥിതിയിൽ നിന്ന് നമ്മൾ മാസം ഒരു 10,000 രൂപ വരുമാനത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ പദ്ധതികൾ വളരെ വലിയ പദ്ധതികളാക്കിയത് ഈ നാട്ടിലെ ജനങ്ങളാണ്. സേവാ മനസ്ഥിതിയുള്ള ഒരു കൂട്ടം ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ എന്നും സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ്. വലിയ വലിയ സംഖ്യകളല്ല നമ്മളുടെ ലക്ഷ്യം. ഒരാള് ദിവസം 10 രൂപ അല്ലെങ്കിൽ 100 രൂപയോ എടുത്ത് മാറ്റിവെക്കുന്ന ഒരു കാര്യം കേരളം മാത്രമല്ല ഭാരതത്തിലെല്ലായിടത്തും തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന സേവാ പ്രകല്പങ്ങൾ ഇന്ന് ഭാരതത്തിൽ ജമ്മു മുതൽ കാശ്മീരം മുതൽ കന്യാകുമാരി വരെയും കച്ച് മുതൽ കാമരൂപം വരെയുള്ള എല്ലാ ഗ്രാമാന്തരങ്ങളിലുമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്. വേദങ്ങളിൽ പറയുന്നത് നമുക്ക് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണമെന്നാണ്. ദേവയജ്ഞം, പിതൃയജ്ഞം, സമൂഹയജ്ഞം, ഇങ്ങനെ 5 യജ്ഞങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഉപയോഗിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ 20%, 5-1 നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ബാക്കി 5-1 സമാജ സേവനത്തിന് കൊടുക്കണം. ബാക്കി 5-1 നിങ്ങളുടെ ആസ്തി വികസിപ്പിക്കാൻ എടുക്കാം.
എല്ലാ ക്ഷേത്രങ്ങളോ നമ്മുടെ വിശ്വാസങ്ങൾ പരിരക്ഷിക്കാൻ വേണ്ടി ചെയ്യണം. ശിലാസ്ഥാപനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടന്നത്. പാറക്കടയിലെ തന്നെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തലചായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടം 3 നിലയിൽ പണിയാൻ പോകുന്നത്. അത് സമൂഹത്തിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. 5000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഏകദേശം 300 കസേരയിൽ 300 പേരുണ്ടെങ്കിൽ 350 ലക്ഷം രൂപ ആണ്. അന്ന് 85 ലക്ഷം രൂപ ആക്കി കടത്തിലായിട്ട് 6 ലക്ഷം രൂപയാണ്. 12 ലക്ഷം രൂപ നമ്മുടെ ആളുകൾ സജ്ജനങ്ങൾ എഴുതി തന്നു. ഇന്ന് ഡേറ്റിൽ തന്നോളാന്ന് പറഞ്ഞു. 12 തറക്കല്ലിടുന്ന ചടങ്ങിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയും സാധിക്കും. ശ്രീ ജി Thank you. Thank you. Commissioner IRS. ഞാൻ സേവാ സമിതിക്ക് വേണ്ടിയിട്ട് 50,000 രൂപ ഭാസുരാമണി കാഞ്ഞിൽ പടിഞ്ഞാറവി. ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ചെക്ക് എഴുതി കുരു കൊടുക്കുന്നതായിരിക്കും. ഈ പ്രദേശത്തെ ഈ സമൂഹം ഒന്നടങ്കം ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണം എന്ന തീരുമാനമെടുത്തുകൊണ്ട് സ്വീകരിച്ച ശ്രീ AV രഘു കൗൺസിലർ 10ാം വാർഡ്, ശ്രീ MG നാരായണൻ അവറുകൾ ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ്, ശ്രീ ജോണി കുര്യാക്കോസ് ടെമ്പിൾ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ്, ശ്രീ പ്രോമി കുര്യാക്കോസ് CNRIയുടെ സെക്രട്ടറി, ശ്രീ ബോസ് SNRIയുടെ പ്രസിഡന്റ്, ശ്രീമതി സ്നേഹലത സമാജം നഗർ റെസിഡന്റ് അസോസിയേഷൻ, ശ്രീമതി സുപ്രിയ. വേദിയിൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, അതിലെനിക്കേറെ ആദരവുള്ള ശബരിമലയിലെ മാളികപ്പുറം മേൽശാന്തിയായിട്ടുള്ള ശ്രീ റെജി നമ്പൂതിരി അവர்கள் ഇത്രയും നേരം ഇവിടെ സദസ്സിലുണ്ടായിരുന്നു. അതുപോലെ പുസ്തക പ്രസാധന രംഗത്ത് ഉള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള ബുദ്ധ പബ്ലിക്കേഷൻസിന്റെ സുഹൃത്ത് വേദിയിലുണ്ട്. സംസ്കൃത കോളേജിന്റെ തലപ്പത്ത് പ്രവർത്തിച്ച ആളുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ GSTയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെയും ഇതേയും എല്ലാം പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നമുക്ക് സംഘടന പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ പ്രസ്ഥാനത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ അമരക്കാരനുണ്ട് മിസ്റ്റർ മനോജ്. അതുപോലെ തന്നെ ശ്രീ MN ഗോപി അവറുകളുണ്ട്. അതുപോലെ വിവിധ ചുമതലക്കാരായിട്ടുള്ള ആളുകളും ഈ വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും സ്നേഹപൂർവം നന്ദി അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ചടങ്ങെന്ന് പറയുന്നത് വളരെ മഹത്തരമാണ്. മാനവ സേവയാണ് മാധവ സേവ എന്ന് തന്നെയാണ് നമ്മുടെ സംഘപരിവാർ നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് അശരണരായിട്ടുള്ള ആളുകളുടെ എണ്ണം വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പട്ടം ജനം അർപ്പിച്ചു നൽകിയിട്ടും അത് വേണ്ട രീതിയിൽ നിർവഹിക്കാൻ സാധിക്കാത്തവരാണ് എന്തുകൊണ്ട് പാവങ്ങൾ നമ്മുടെ കേരളത്തിന്റെ സമൂഹ മധ്യത്തിൽ വർദ്ധിക്കുന്നു എന്നതിന് ഉത്തരം പറയേണ്ടത്. ഒരുപക്ഷെ
ഒരു വ്യക്തി പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ബ്ലോക്കിലോ ജില്ലയിലോ അസംബ്ലിയുടെ നിയമസഭയ്ക്കകത്തോ പാർലമെന്റിനകത്തോ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരുമാകട്ടെ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആദർശങ്ങളെല്ലാം പഠിക്കുകയും അത് പരിശോധിക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ, ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയ സമയത്ത് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ ഈ സദസ്സിലും വേദിയിലും ഒക്കെ ഉണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള, രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്ക് തന്നെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതല്ല എന്ന് ചില ബുദ്ധി അധികമുണ്ട് എന്ന് കരുതുന്ന ആളുകളൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം പങ്കെടുത്ത അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മീറ്റിംഗിൽ ഇരുന്ന ഒരാളാണ് ഞാൻ. ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഭരിക്കാൻ വേണ്ടിയിട്ട് നമുക്കാരോ താമ്രപത്രം നൽകിയിട്ട് നമ്മളെ ഇരുത്തിയിട്ടുള്ളതല്ല. നമ്മൾ ആരായിരിക്കണം? ഒരു രാഷ്ട്രീയക്കാരൻ എത്ര ഉന്നതമായിട്ടുള്ള പദവിയിലെത്തിയാലും ആ രാഷ്ട്രീയക്കാരന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് വന്നുകൊണ്ടേയിരിക്കും. ആ രാഷ്ട്രീയക്കാരന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, സേവകരെ പോലെ ആയിരിക്കണം. ഞാൻ ആരാണ്? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആരാണ്? ഞാൻ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങിയിട്ടിരിക്കുന്ന ഒരാളല്ല. ഞാൻ പാവപ്പെട്ട ഒരു അമ്മയുടെ മകനാണ്. അയൽവക്കത്ത് പാത്രം കൈകി കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്നെ എന്റെ അമ്മ വളർത്തി വലുതാക്കിയിട്ടുള്ളത്. നമ്മുടെ കടന്നു വന്ന നാൾ വഴികളെ കുറിച്ച് മറക്കാതെ അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ നൽകിയ അവകാശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തന മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സേവകരായിട്ട് മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അതുകൊണ്ടാണല്ലോ ജോണിയേട്ടനെ പോലെയുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സേവാഭാരതിയെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? സേവാഭാരതി രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ രാഷ്ട്രഹിതമായിട്ടുള്ള ചിന്തകളോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ എല്ലാവരെക്കാളും കുറച്ച് ഉയർന്ന നിലയിൽ സേവാഭാരതിയുടെ പ്രവർത്തകന്മാർ നിൽക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഈ വലിയ പ്രവർത്തനത്തിന് ഹൃദയം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാധാരണഗതിയിൽ ഞാൻ സേവാഭാരതിയുടെ പരിപാടികൾക്ക് വരാറില്ല, കഴിയുന്നതും ഒഴിവാക്കാനാണ് പതിവ്. കാരണം എന്താണെന്ന് അറിയുമോ? സേവാഭാരതിയുടെ പരിപാടിയിലേക്ക് വന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം കാണുന്ന സമയത്ത് അതിനോട് കൂടി കൈ തന്ന് സഹായിക്കാത്ത ഒരു പരിപാടിയിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും ഒരു 50,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കും ഇടയിലുള്ള ഒരു തുക ഞാനും എന്റെ മകനോട് പറഞ്ഞ് അത് ഈ പ്രദേശത്തേക്ക് എത്തിക്കും. പക്ഷേ അത് 1 മാസം 1.5 മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വലിയ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ സേവാഭാരതിക്ക് സാധിച്ചതിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുകയാണ്. ശ്രീമാൻ രഘുവിനെ കുറിച്ച് ഇനി ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. കാരണം ഇതിനു മുൻപ് സംസാരിച്ച വ്യക്തി പറഞ്ഞത് രഘു തങ്കമാണ് എന്നാണ്, അല്ലെ? തങ്കമെന്നോ മുത്തെന്നോ പറഞ്ഞു. അപ്പോ എന്താ അതിനർത്ഥം? 916 ആണെന്ന് സദസ്സിൽ നിന്നും പറയുകയുണ്ടായി. ഇത് തന്നെയാണ് അഭിമാനം. ഇപ്പൊ രഘു ഏത് ചിഹ്നത്തിലാണ് മത്സരിച്ച് വിജയിച്ചത്, അല്ലെ? അപ്പൊ എനിക്ക് ഏറെ അഭിമാനം. കാരണം ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ താമര ചിഹ്നത്തിൽ വിജയിച്ച ഒരു മനുഷ്യൻ സേവാഭാരതിയുടെ പ്രവർത്തനം കൊണ്ടാണ്. അതുകൂടി പറയാം. ശ്രീമാൻ രഘു മുത്തായതും തങ്കമായതും ഞാൻ മനസ്സിലാക്കുന്നത് കടന്നു വന്ന ആ നാൾ വഴികളിലൂടെ രഘുവിന് പകർന്നു കിട്ടിയിട്ടുള്ള നല്ല കരുത്തുകൊണ്ടാണ് അതാവാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് സംഘടന പഠിപ്പിച്ചിട്ടുള്ളത്. ആ സംഘടനയുടെ പാഠം അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീമാൻ രഘു മുന്നോട്ട് വരികയും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വലിയ കാര്യം സമർപ്പണം എന്ന രീതിയിൽ ഇവിടെ ചെയ്യാൻ സാധിക്കുകയും അതിനുള്ള ഒരു സാഹചര്യം ഈശ്വരീയ അനുഗ്രഹമായിട്ട് കിട്ടിയപ്പോ ഇനി അദ്ദേഹത്തെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സുഹൃത്തിന് ഇനിയും ശ്രീമാൻ രഘുവിനെ കുറിച്ച് പറയണമെന്നാണ് ആഗ്രഹം. അത് തന്നെയാണ് രഘുവിന് ഈ നാട്ടുകാർ മുഴുവൻ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് മാത്രം
ഇവിടെ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രഘു എന്നുള്ള പേര് തന്നെ അങ്ങനെയാണ്, രാഘവനാണ് രഘു. അതായത് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള രാഘവൻ, അത് നമ്മുടെ മുന്നിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്തുകൊണ്ട് രഘുവിന് ഇത് നൽകേണ്ടി വന്നു എന്ന ചോദ്യത്തിന് ഒരു പക്ഷെ ഉത്തരമാകുമോ എന്നെനിക്കറിയില്ല. രാഘവൻ അങ്ങനെയാണ്. കാരണം രാവണന്റെ ദർപ്പത്തെ അടിച്ചമർത്തിക്കൊണ്ട് ആ ലങ്കയിൽ കുന്നുകൂടി കിടക്കുന്ന സ്വർണവും അതുപോലെ തന്നെ എല്ലാ സൗകുമാര്യങ്ങളും കണ്ടതിന് ശേഷം അനുജൻ ലക്ഷ്മണൻ രാഘവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ജ്യേഷ്ഠ, ഇതെല്ലാം നമ്മൾ ഈ ലങ്കയിൽ ഉപേക്ഷിച്ചു കൊണ്ട് പോവുകയാണോ എന്ന് ചോദിച്ച സമയത്താണ് ലക്ഷ്മണന് ഉപദേശം കൊടുത്തുകൊണ്ട് രാമൻ പറയുന്നത്, അനുജ, പെറ്റമ്മയും പിറന്ന നാടും അത് സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്ന് പറഞ്ഞ ആ മര്യാദ പുരുഷോത്തമനായിട്ടുള്ള രാഘവന്റെ ഒരു പേര് തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ ശ്രീമാൻ രഘു വീണ്ടും വീണ്ടും നിങ്ങളിൽ തെളിമയോടുകൂടി നിൽക്കട്ടെ എന്നും ആ വലിയ വലിയ കാര്യങ്ങൾ മിസ്റ്റർ രഘുവിന് ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്നും അതിന് ചെറിയ ഒരു കെമിസ്ട്രി കൂടി ഞാൻ പറയാം. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചു, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആലോചിച്ച് എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. എങ്ങനെയാണ് അങ്കമാലിയിലേക്ക്, അല്ലെങ്കിലും അങ്കമാലിക്കാർക്ക് ഒരു പേരുണ്ട്, അങ്കമാലിക്ക് ഒരു പ്രധാനമന്ത്രി എന്ന് ആ സിനിമയിൽ തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും അങ്കമാലി പല കാര്യങ്ങളിലും തലയെടുപ്പോട് കൂടിയിട്ട് നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. അങ്ങനെ അങ്കമാലിയിലേക്ക് കുറെ കാര്യങ്ങൾ അതിനെ കൊണ്ടുവരണം. കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കണം. ഇവിടെ മുഴുവൻ ആളുകളും ഇവിടത്തെ ഇരിക്കുന്ന ജോണിയേട്ടനെ പോലെ അതുപോലെ തന്നെ കുറെ എല്ലാ സംഘടനകളും ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും ഒരുമിച്ച് ചില ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അങ്കമാലിക്ക് വേണ്ടിയിട്ട് ചില പദ്ധതികളും ഒക്കെ കൊടുത്ത് ഈ അങ്കമാലിയെ കൂടുതൽ സൂര്യശോഭയോടുകൂടി ഉയർന്നു നിൽക്കാൻ പ്രാപ്തമാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുത്തും തങ്കവും ഒക്കെ ആയിട്ടുള്ള ശ്രീമാൻ രഘുവിന് ഹൃദയപൂർവ്വം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ധനപൂർവം ശരീരവും മനസ്സും നമ്മളുടെ ധനവും നമുക്ക് ഇത്തരത്തിലുള്ള സമാജ സേവക്കായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം. ഈ ഭവന സമുച്ചയ പദ്ധതി എത്രയും വേഗം നമുക്ക് പൂർത്തീകരിച്ച് ഇത് അർഹതപ്പെട്ട ആളുകൾക്ക്, നേരത്തെ സുധാകരൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ദിവസേന ഒന്നിലധികം ഫോൺ കോളുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. നമുക്ക് എല്ലാം പരിഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഒന്നാകെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഈ യജ്ഞത്തില് അല്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു വേദി യജ്ഞം നമുക്ക് ഏറ്റെടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഇവിടെ നമ്മൾ പലരും സമർപ്പണം കണ്ടു. നമ്മുടെ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി പൈസ കണ്ടെത്തി നമ്മൾ കൊടുക്കണം. നമുക്കറിയാം നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകളും കടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറിയിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലുള്ളതിൽ ഒരു അംശം എപ്പോഴും തയ്യാറായിരിക്കണം. ഞാനിത് പൊങ്ങച്ചം പറഞ്ഞതല്ല, ഞാൻ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ എന്റെ പോക്കറ്റിൽ ആകെ 1000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കവർ മേടിച്ച് ഉടനെ അതെടുത്ത് കൊടുത്തു. ഇനിയും ഞാൻ ഒരുപാട് പൈസ ഇതിലേക്ക് കൊടുക്കും. ഞാൻ കൂടുതലൊന്നും പറയണില്ല, ഞാൻ ഒറ്റ കാര്യം പറയണുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ സേവാഭാരതി ഒരു പുണ്യഭൂമിയാണെങ്കിൽ നമ്മുടെ രഘു ഒരു പുണ്യവൃക്ഷമാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലെന്ന് അർത്ഥം മനസ്സിലാവും. അതുപോലെ എനിക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ പറ്റി 2 വാക്ക് പറയണം. കാരണം ശോഭാ സുരേന്ദ്രനാണ് കേരള BJP നിന്ന് ആദ്യമായിട്ട് ദേശീയ തലത്തിൽ ഒരു നേതാവായിട്ട് പോയ വനിത. അങ്ങനെ ഒരു അംഗീകാരോടെ ഉണ്ടെന്ന് ഞാൻ പറയണല്ല, വിക്കിപീഡിയയിലുണ്ട്. അപ്പോ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ എല്ലാ പ്രസംഗവും ഞാൻ കേൾക്കും. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ട് ഇത്രയും നന്നായിട്ട് പ്രസംഗിക്കുന്ന വനിതകൾ കേരളത്തിൽ കുറവാണ്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ രഘുവിനെ പറ്റി പറഞ്ഞ വഴി പറഞ്ഞു, രഘു രാഘവനാണ്, രാഘവൻ മര്യാദാ പുരുഷോത്തമനാണ്, ലങ്കയിലെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ INA എന്താണ് എന്നൊരു സിനിമയിലെ ഒരു ഭാഗം കണ്ടപ്പോഴത്തേനും സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ ചെറിയ കാര്യം പറഞ്ഞു നിർത്താം. ഈ ബോഗൻവില്ല എന്ന് പറഞ്ഞ ചെടികൾ കാണുമല്ലോ, ബോഗൻവില്ല എന്ന് പറഞ്ഞ ചെടിയുടെ പ്രത്യേകത, അത് പ്രതികൂല സാഹചര്യത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ശോഭിക്കുള്ളൂ. നല്ല വെയിൽ കിട്ടണം. നല്ല വെയിൽ കിട്ടിയാലേ അതിന് ഭയങ്കര ഭംഗിയാണ്. ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ വെച്ചുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് ബോഗൻവില്ല. ഈ ബോഗൻവില്ല ശരിക്കും ഒരു വൈൻ പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, ഒരു ഫ്രഞ്ച് ബൊട്ടാനിസ്റ്റാണ് അത് കണ്ടുപിടിച്ചത്. അദ്ദേഹം അതിന് ഈ ബോഗൻവില്ല എന്ന് പേരിടാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പേരിട്ടു. നമ്മൾ സാധാരണ കണ്ടുപിടിച്ച സാധനത്തിന്
നമ്മുടെ അച്ഛന്റെ അമ്മയുടെ മക്കളുടെ പേരൊക്കെ ഇടുമ്പോൾ സ്വന്തം സുഹൃത്തിന്റെ പേര് ലൂയിസ് ഡി ബോഗൻവില്ല എന്ന് പറയുന്ന ആളുടെ പേരിട്ടു. അപ്പൊ ഈ ബോഗൻവില്ലയെ പറ്റി ഞാൻ പറയുന്നത്, പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും കഷ്ടപ്പാടിൽ നിൽക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും ശോഭിക്കാനും നമുക്ക് സാധിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വേദിയാണ് നമ്മുടെ ഈ സേവാഭാരതിയുടെയും രഘുവിന്റെയും പ്രവർത്തനങ്ങൾ.